പള്ളിയിലേക്ക് വരുന്നതൊക്കെയും പടച്ചോൻ്റെ ഗസ്റ്റുകളാണ്. അവൻ എന്താണെങ്കിലും മാറണം എന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും വരുന്നത്. തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വരുത്തായിരിക്കും. അത് നമ്മളുടെ നോട്ടം കൊണ്ടോ ഭാവം കൊണ്ടോ നമ്മളുടെ സംസാരം കൊണ്ടോ നമ്മൾ ഇല്ലാതാക്കി കളയരുത്. ഓന് ഇപ്രാവശ്യം ഒരു റമദാൻ വന്നപ്പോൾ ഒന്ന് പള്ളിയിൽ വന്നിക്കണ് പറയരുത് കേട്ടോ, പറയരുത്. പടച്ചോൻ വിളിച്ചിട്ട് അവർ വരുന്നത്. റമദാനിലെ ഓഫർ കമ്മിറ്റിക്കാർക്ക് മാത്രം കൊടുത്തതല്ല, സ്ഥിരം പള്ളിയിൽ വരുന്ന ആൾക്കാർക്ക് മാത്രം കൊടുത്തതല്ല, എല്ലാവർക്കും ഉള്ളതാ. അതിൽ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ സ്വയം പ്രഖ്യാപിതമായിട്ട് നമ്മൾ പടച്ചോന്റെ ആൾക്കാരായി മറ്റവരൊക്കെ അള്ളാഹു ആലം. ചിലപ്പോൾ ഈ കളിക്കണോനുണ്ടല്ലോ, വെറുതെ ആദ്യമായിട്ട് വന്നു നോക്കണവൻ ഓനായിരിക്കും പടച്ചോന്റെ മുന്നിൽ ഇന്നെക്കാളും നിങ്ങളെക്കാളും പടച്ചോന് ഇഷ്ടമുള്ള ആൾ ആരാന്ന് നമുക്കറിയില്ലല്ലോ. നമുക്ക് നമ്മളെ കാര്യം പോലും അറിയില്ലല്ലോ. അപ്പൊ മറ്റുള്ളവരെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പോവാതിരിക്കുക. തറാവീഹ് നിസ്കരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില കളികളൊക്കെ കളിക്കും, ചെറിയ കളികളൊക്കെ കളിക്കും ഒരു. കാരണം ഒരു കുട്ടികളാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഒരാൾ എന്ത് ചെയ്യുക, അത് ശ്രദ്ധിക്കാൻ നിൽക്കുക, നല്ല രൂപത്തിൽ സംസാരിച്ചിട്ട് അവരോട് നിസ്കരിക്കാൻ നിൽക്കാൻ വേണ്ടി പറയാം. എന്ത് ചെയ്താലും ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം ഓരോ മാതാപിതാക്കളും കാര്യങ്ങളും ഓരോ പള്ളിയിലേക്ക് വിടുന്നത് എന്താണെന്നറിയോ, ഒരു വിശ്വാസത്തിലാണ്. ഒരു പള്ളിയിലുണ്ടെന്നുള്ള വിശ്വാസത്തിൽ. ചിലപ്പോൾ അപ്പുറത്ത് നിസ്കരിക്കുന്നുണ്ടാവും. അപ്പൊ ഉമ്മ ഇവിടെ മോനെ വിട്ടിട്ടുള്ള എന്താണ്, ഓൻ പള്ളിയിലുണ്ടെന്നല്ലോ എന്നുള്ള റാഹത്തിലായിരിക്കും ഉമ്മ നിസ്കരിക്കാൻ നിൽക്കുന്നത്. നമുക്ക് ഓരോ കളി പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇറങ്ങിക്കോ, നിസ്കരിക്കാൻ നിൽക്കില്ല, എന്നാ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് വിടൂലേ. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ പുറത്തേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഓരെ സ്വീകരിക്കാൻ 100 ആൾക്കാർ പുറത്തുണ്ട് കേട്ടോ, ഒരു വഴി തെറ്റിക്കാൻ 100 ആൾക്കാർ പുറത്തുണ്ട് കേട്ടോ. പള്ളിയിൽ ഒരുങ്ങിപ്പോൾ എന്ത് കളി കളിച്ച് അവസാനിച്ചു കഴിഞ്ഞാലും അത് അവിടെ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷെ ഒരു പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ രാത്രിയിൽ ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ഒരു മുട്ടായി കലർത്തി കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതം പാഴാവും കേട്ടോ. ആൾക്കാരെ പിടിക്കണ എല്ലാ ലോബി ഇവിടെ ഉണ്ട്. നമ്മൾ കാരണക്കാരാവരുത് കേട്ടോ. ഏത് നിസ്കരിക്കില്ലേ, എന്നാ പള്ളിയിൽ നിന്ന് ഇറങ്ങ്. ഇതൊരു ധാഷ്ടത്തിലാ പറയാ, പള്ളിയിൽ നിന്ന് ഇറങ്ങ്, നിസ്കരിക്കില്ലേ പിക്കോ, ഇത്തരം പറയേണ്ടി വരും. സീരിയസ് ആയിട്ടൊന്ന് സത്യസന്ധമായിട്ട് പറയണേ. ഞാൻ ചെറുതാകുമ്പോൾ പള്ളിയിൽ കളിച്ചിട്ടുണ്ട്. നിസ്കരിക്കേണ്ട ബാക്കിൽ അവിടെ ഇരുന്നിട്ട് നിസ്കരിക്കാൻ നേരത്ത് കൈ കെട്ടാൻ വേണ്ടി പോണ സമയത്ത് അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കളികൾ, നിസ്കരിക്കാതെ കുറച്ച് അവിടെ കിടന്ന് തിരിഞ്ഞാൽ ചെറുതാണ്, ആ ബോധം എനിക്കുള്ളൂ, ഞാൻ കളിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കളിക്കാത്ത ആൾക്കാരാ, നിങ്ങളൊക്കെ പുണ്യാത്മക്കളായിട്ട് കളിക്കാത്ത ആൾക്കാരാ. കാരണം എന്താ നിങ്ങളന്ന് കളിക്കാൻ കാരണം, നിങ്ങളന്ന് കുട്ടികളായിരുന്നു. അതെന്താ നിങ്ങൾക്ക് ഇപ്പം കുട്ടികൾ വരുമ്പോൾ അത് മനസ്സിലാവാത്തത്? നിങ്ങളെ കുട്ടിക്കാലം എൻ്റെ കുട്ടിക്കാലൊക്കെ നമ്മൾ മറക്കണത് എന്തിനാണ്? അപ്പൊ നമ്മളങ്ങനെ അങ്ങോട്ട് പൊളിച്ച് കയറിയിട്ട് ചൂടാവും. അന്ന് നമ്മളോട് ആൾക്കാർ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നല്? അതൊക്കെ തന്നെ ആട്ടോ ഇന്ന് കുട്ടികൾക്ക് നമ്മളോടും തോന്നുന്നത്. ഓരും പഠിച്ചവന്റെ ഗസ്റ്റുകളാണ്, പഠിച്ചവനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗസ്റ്റുകളാണ് കുട്ടികൾ, പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗസ്റ്റുകളാണ്. അപ്പൊ ഓരെന്ത് ചെയ്യരുത്, ഒച്ചയും വിളി ഉണ്ടാക്കിയിട്ട് പള്ളിയിൽ നിന്നും നന്മയിൽ നിന്നും ഒക്കെ അകറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനം കാഴ്ച വെക്കാതിരിക്കുക.